بسم الله الرحمن الرحيم يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد. മുനാഫിഖീങ്ങളുടെ വിശേഷണങ്ങൾ വിവരിക്കുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തുകളിലാണ് നമ്മളുള്ളത്. 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. യുഖാദിഊൻ ഖാദഅ എന്ന വാക്കിൽ നിന്നാണത്. ഖാദഅ വഞ്ചിക്കുന്നു, അല്ലെങ്കിൽ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. ഖദഅ എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു എന്നാണ്. യുഖാദിഅ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കാൻ ശ്രമിക്കുക. യുഖാദിഊന അല്ലാഹ, അള്ളാഹുവിനെ അവർ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. ആര്? മുനാഫിഖീങ്ങൾ. തൊട്ടു മുൻപത്തെ ആയത്തിൽ അള്ളാഹു അവരെ കുറിച്ചാണ് പറഞ്ഞത്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അള്ളാഹുവിനെയും എന്തിനാ അവിടെ അള്ളാഹുവിനെയും അല്ലേ, അല്ലദീന ആമനു, അതുപോലെ മുഅ്മിനീങ്ങളെയും അവർ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അള്ളാഹു പറയാണ് വമാ യഖ്ദഊൻ അവർ വഞ്ചിക്കുന്നില്ല. വമാ യഖ്ദഊൻ ഇല്ലാ അൻഫുസഹും, ഇല്ല ഒരുവരെ ഒഴികെ, ഇവരെ ഒഴികെ അവർ വഞ്ചിക്കില്ല. ആരെല്ലാതെ അവർ വഞ്ചിക്കുന്നില്ല. ഇല്ല അൻഫുസഹും, അൻഫുസ് അവരുടെ നഫ്സുകളെ തന്നെ, അൻഫുസഹും അവരുടെ സ്വന്തങ്ങളെ തന്നെ അല്ലാതെ അവർ വഞ്ചിക്കുന്നില്ല. അവർ വഞ്ചിക്കുന്ന ആരെയാണ്? അവരെ തന്നെയാണ്. വമാ യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ അവർ അത് തിരിച്ചറിയുന്നില്ല. ഒരു കാര്യം ഷഅറ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു കാര്യം അനുഭവിച്ചറിയുക, ഒരു കാര്യം മനസ്സിലാക്കുക, ബോധ്യപ്പെടുക, അതിനാണ് പറയുക. വമാ യശ്ഉറൂൻ, അവർ ആ കാര്യം തിരിച്ചറിയുന്നില്ല, അവർക്കത് ബോധ്യപ്പെടുന്നില്ല എന്ന് മാത്രം. അടുത്ത ആയത്തിൽ എന്താ അള്ളാഹു പറയുന്നത്? ഫീ ഖുലൂബിഹിം മറദുൻ. ഫീ എന്ന് ഒരു കാര്യത്തിനുള്ളിൽ അല്ലേ. ഫീ ഖുലൂബ് ഹൃദയങ്ങൾ, ഖൽബ് എന്നതിൻ്റെ ബഹുവചനമാണ്. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട്. എന്താണുള്ളത്? മറദുൻ, രോഗം. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദൻ. ഫസാദഹും, അപ്പോൾ എന്നുള്ള വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിലൊരർത്ഥം ഇതാണ്, തഅഖീബ്, ഒരു കാര്യം ഇങ്ങനെ ആയി അപ്പോൾ ഇങ്ങനെയായി. അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്. അപ്പോൾ അവരാ രോഗം സ്വന്തം ഹൃദയത്തിൽ വരുത്തിയതിനാൽ ഫസാദഹും, സാദ അധികരിപ്പിച്ചു, ഫസാദഹും അവർക്ക് അധികരിപ്പിച്ചു. ആരാണ് അധികരിപ്പിച്ചത്? ഫസാദഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് അധികരിപ്പിച്ചു. എന്ത് അധികരിപ്പിച്ചു? മറദൻ, രോഗം. അവരുടെ ഹൃദയത്തിൽ രോഗം അവർ മുന്നേ വരുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു? രോഗം വീണ്ടും അധികരിപ്പിച്ചു. ഫസാദഹുമുല്ലാഹു മറദൻ വലഹും അവർക്കുണ്ട്, വലഹും അദാബുൻ ശിക്ഷയുണ്ട്, അലീമുൻ വേദനയേറിയ ശിക്ഷയുണ്ട്. അലീം എന്ന് പറഞ്ഞാൽ വേദനയുള്ള, അലം എന്ന് പറഞ്ഞാൽ വേദന അല്ലെ. അലം എന്ന് പറഞ്ഞാൽ അലം ഫിൽ സദർ, അലം ഫിൽ യദ്. അലം എന്ന് പറഞ്ഞാൽ വേദന, അലീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വേദനയുള്ളത്, വേദനജനകമായ ശിക്ഷ അവർക്കുണ്ട്. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം എന്താണ്? ബിസബബി ഹാദ, ഇക്കാരണം കൊണ്ട്. മാ കാനു യക്സിബൂൻ, അവർ കളവാക്കിയിരുന്നത് കാരണത്താൽ. യക്ദിബൂൻ
അഫ്വൻ ബിമാ കാനു യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞിരുന്നത് കാരണത്താൽ. ചില ഖിറാഅത്തുകളിൽ ബിമാ കാനു യുകദ്ദിബൂൻ എന്നുണ്ട്. ചില ഖിറാഅത്തുകൾ ബിമാ കാനു യുകദ്ദിബൂൻ. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ബിമാ കാനു യക്ദിബൂൻ എന്ന് പറഞ്ഞാൽ അവർ കളവ് പറഞ്ഞിരുന്നു, അതിനുള്ള ശിക്ഷയാണിത്. എന്താ അവരുടെ കളവ്? ഖാലു ആമന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ, മുഅ്മിനീങ്ങളായിരുന്നില്ല എന്നിട്ട് അവർ ഈമാനുണ്ട് എന്ന് പറഞ്ഞു. അതായിരുന്നു അവരുടെ കളവ്. ബിമാ കാനു യുകദ്ദിബൂൻ എന്ന് പറഞ്ഞാലോ അവർ കളവാക്കിയത് കാരണത്താൽ. അപ്പോൾ എന്തായിരിക്കും? അവർ അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ കളവാക്കിയത് കാരണത്താൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. രണ്ട് ഖിറാഅത്തുമുണ്ട്, ബിമാ കാനു യക്ദിബൂൻ, ബിമാ കാനു യുകദ്ദിബൂൻ. അങ്ങനെ രണ്ട് ഖിറാഅത്തുകൾ അവിടെ ഉണ്ട്. എന്താ അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്? മുനാഫിഖുകളുടെ വിശേഷണങ്ങളാണ് ഈ ആയത്തുകൾ അള്ളാഹു പറയുന്നത്. 9-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാം. യഅ്തഖിദൂന, അവർ വിശ്വസിക്കുന്നു. അഖീദ എന്ന് പറയില്ല നമ്മൾ, അവർ വിശ്വസിക്കുന്നു. അവർ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നത് എന്താണ്? യഅ്തഖിദൂന ബിജഹ്ലിഹിം, അവരാ വിശ്വസിക്കുന്നത് വല്ല അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണോ? അല്ല, അവരുടെ വിവരക്കേട് കാരണത്താൽ അവർ വിശ്വസിക്കുന്നു. അവരുടെ ജഹല് കാരണത്താൽ, അവരുടെ അറിവില്ലായ്മ കാരണത്താൽ അവർ ധരിക്കുന്നു, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നു. അന്നഹും, അവർ യുഖാദിഊനല്ലാഹ, അവർ അള്ളാഹുവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ ഞങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ വിചാരിക്കുന്നു. വല്ലദീന ആമനു, അതുപോലെ മുഅ്മിനീങ്ങളെ ഞങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ധാരണയിലാണ് അവരുള്ളത്. എങ്ങനെയാണ് അവരുടെ വഞ്ചന അവർ ചെയ്യുന്നത്? ബിഇദ്ഹാരിഹിം അൽ ഈമാന, തങ്ങളുടെ ഈമാൻ പുറത്തേക്ക് കാണിച്ചുകൊണ്ട്, ഞങ്ങൾ ഈമാൻ ഉണ്ട് എന്ന് പുറമേക്ക് കാണിച്ചുകൊണ്ട്. വ ഇദ്മാരിഹിമുൽ കുഫ്ര, കുഫ്ർ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്. അദ്മറ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെച്ചു, ഹൃദയത്തിൽ ഒളിപ്പിക്കുന്നതിനാണ് അദ്മറ എന്നറിയാം. ദമീർ എന്ന് പറയും ഹൃദയത്തിന്. കൽബിന് പറയാവുന്ന മറ്റൊരു വാക്കാണ് ദമീർ, ഹൃദയം, മനസ്സ്. അവർ അവരുടെ ഹൃദയങ്ങളിൽ കുഫ്ർ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്, ഈമാൻ പുറമേക്ക് കാണിച്ചുകൊണ്ട്, അള്ളാഹുവിനെയും മുഅ്മിനീങ്ങളെയും ഞങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ശരി, അള്ളാഹു അവർക്ക് മറുപടിയായി പറയാൻ, വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, എന്നാൽ യഥാർത്ഥത്തിൽ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ? വമാ യഖ്ദഊൻ, അവർ വഞ്ചിക്കുന്നില്ല, ഇല്ലാ അൻഫുസഹും, അവരുടെ സ്വന്തങ്ങളെ അല്ലാതെ. എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു പറയാൻ കാരണം? ലിഅന്ന ആഖിബത ഖിദാഇഹിം തഊദു ഇലൈഹിം, കാരണം ആഖിബത പര്യവസാനം, ലിഅന്ന ആഖിബത ഖിദാഇഹിം, അവരുടെ വഞ്ചനയുടെ പര്യവസാനം, തഊദു ഇലൈഹിം, അവരിലേക്ക് തന്നെ മടങ്ങും. ആദ യഊദു തഊദു, അവരുടെ വഞ്ചനയുടെ പര്യവസാനം അതിലേക്ക് തന്നെ മടങ്ങുക. അള്ളാഹ് അതിനവർക്ക് ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് അവർ വഞ്ചിക്കുന്നത് അവരെ തന്നെയാണ്. അവരുടെ വഞ്ചന വിജയിച്ചിട്ടില്ല. അവർ അള്ളാഹുവിനെ, അവൻ്റെ റസൂലിനെ അവർക്ക് വഞ്ചിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ വഞ്ചിക്കാൻ അവർക്ക് സാധിച്ചു. എന്തുകൊണ്ട്? അവർ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അതിനുള്ള ശിക്ഷ അവരിലേക്ക് തന്നെയാണ് വന്നെത്താനിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ചില കുതന്ത്രങ്ങൾ നടപ്പിലായാൽ തന്നെയും അന്ത്യനാളിൽ അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കാനിരിക്കുന്നതാണ്. അതുകൊണ്ട് അവരെങ്ങോട്ട് പോകാനില്ല. അവർ ഈ ചെയ്തതുകൊണ്ട് അവർക്ക് വിജയം ലഭിക്കാനില്ല, മറിച്ച് അവസാനത്തിൽ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. വമിൻ ഫർത്തി ജഹ്ലിഹിം, അതുപോലെ യശഉറൂൻ എന്നതിൻ്റെ തഫ്സീറാണത്. വമിൻ ഫർത്തി ജഹ്ലിഹിം, ഫർത്ത് എന്ന് പറഞ്ഞാൽ അതിരി കവിഞ്ഞത്, അങ്ങേയറ്റത്തേത്. വമിൻ ഫർത്തി ജഹ്ലിഹിം, അവരുടെ വിവരക്കേടിൻ്റെ അങ്ങേയറ്റം കാരണത്താൽ. ലാ യുഹിസ്സൂന ബിദാലിക്, അവർക്കത് മനസ്സിലാകുന്നില്ല, അവരത് തിരിച്ചറിയില്ല. അഹസ്സ എന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവിക്കുക, തൊട്ടറിയുന്നതിനൊക്കെ അഹസ്സ എന്ന് പറയും. ലാ യുഹിസ്സൂന ബിദാലിക്, അവർക്കത് മനസ്സിലാകുന്നില്ല, അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ വിവരക്കേടിൻ്റെ അങ്ങേയറ്റം കാരണത്താൽ. അങ്ങനെ ആ അവസ്ഥയിൽ അവരെത്താൻ കാരണം എന്താണ്? ലി ഫസാദി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ അത്രയും ഫസാദിലായിട്ടുണ്ട്. ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ട ആയത്താണ്. നോക്കൂ, മുനാഫിഖുകൾ അവർ ചെയ്ത കാര്യം എന്താണ്? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളാഹുവിനെയും മുഅ്മിനീങ്ങളെയും വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. എപ്പോഴാണ് മുനാഫിഖുകൾ ഉടലെടുത്തത്? അവരുടെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. മുനാഫിഖുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് മക്കയിലല്ല, പിന്നെ എവിടെയാണ്?
മദീനയിലാണ്. മദീനയിൽ തന്നെ തുടക്ക കാലഘട്ടത്തിൽ മുനാഫിക്കുകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. അധികം മുനാഫിക്കുകൾ തുടക്കത്തിലുണ്ടായിട്ടില്ല. കാരണം മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തിയ തുടക്കകാലങ്ങളിൽ അത് ഇസ്ലാമിന് അവിടെ മദീനയിൽ ശക്തമായ സ്വാധീനമില്ല, അധികാരമുണ്ടായിരുന്നില്ല. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തുന്ന കാലഘട്ടത്തിൽ 3 വിഭാഗം ആളുകളാണ് മദീനയിലുണ്ടായിരുന്നത്. ഒന്നാമത്തെ വിഭാഗം മുസ്ലിങ്ങളാണ്. അവരിൽ 2 കൂട്ടരുണ്ട്. ആരൊക്കെ? മുഹാജിറുകളും അൻസാറുകളും. മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന 2 വിഭാഗമാണ് മുസ്ലിമീങ്ങളുള്ളത്. അതിൽ മുഹാജിറുകൾ മക്കയിൽ നിന്ന് വന്നവരാണ്. അൻസാറുകൾ ഔസ്, ഖസ്റജ് ഗോത്രങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളായ ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളാണ്, അറബികളിൽപ്പെട്ട മുശ്രിക്കീങ്ങൾ. അങ്ങനെ ഒരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. അത് ഔസ്, ഖസ്റജ് ഗോത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, മുശ്രിക്കീങ്ങളായ ബഹുദൈവാരാധകരായ ആളുകൾ. മൂന്നാമത്തെ വിഭാഗം യഹൂദരായിരുന്നു. യഹൂദർ 3 രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു, 3 ഗോത്രങ്ങളായിക്കൊണ്ട്. ബനു നദീർ, ബനു ഖൈനുഖാ, ബനു ഖുസൈമ, ബനു ഖുറൈദ. ബനു ഖുറൈദ, അതുപോലെ ബനു നദീർ, അതുപോലെ ബനു ഖൈനുഖാ. ഇങ്ങനെ 3 ഗോത്രങ്ങൾ അവരിൽ നിന്നായിരുന്നു യഹൂദരുണ്ടായിരുന്നത്. ഇവർക്കിടയിൽ പരസ്പരം കരാറുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന തുടക്കത്തിൽ അവർക്കിടയിൽ കരാറുകൾ ഉണ്ടായിരുന്നു, യഹൂദർക്കിടയിൽ കരാറുകളുണ്ട്. അങ്ങനെ കരാറുകളിലാണ് അവർ നിന്നിരുന്നത്. മുനാഫിക്കുകൾ പുറപ്പെടുന്നത് ബദ്ർ യുദ്ധത്തോടു കൂടിയാണ്. ബദ്റിൽ യുദ്ധം സംഭവിക്കുകയും മുസ്ലിമീങ്ങൾക്ക് പ്രകടമായ വിജയമുണ്ടാവുകയും ചെയ്തതോടുകൂടി മദീനയിലെ അവരുടെ ശക്തി വർദ്ധിച്ചു, അവരുടെ സ്വാധീനം ശക്തമായി. അതോടുകൂടി പിന്നെ ഔസിലും ഖസ്റജിലും പെട്ട മുശ്രിക്കീങ്ങൾക്ക് തങ്ങളുടെ ശിർക്കിൽ തുടരുക എന്നത് പ്രയാസകരമായി. അതോടെയാണ് ഈ കൂട്ടർ നിഫാഖ് സ്വീകരിക്കാൻ തുടങ്ങിയത്. ഇസ്ലാം പുറത്തേക്ക് കാണിച്ച് ഇസ്ലാം പുറത്തേക്ക് കാണിച്ച് കുഫർ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഇവർ വരാൻ തുടങ്ങിയത് അപ്പോഴാണ്. അതിന് വേറെ കാരണങ്ങളുണ്ട്. പല മുനാഫിക്കുകളും വരാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തുന്നതിന് മുൻപ് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ അറിയപ്പെട്ട തലവനായിരുന്നു. ഔസ് ഖസ്റജ് ഗോത്രങ്ങളാകട്ടെ ചരിത്രം വലിയ കാലഘട്ടം മുതൽ ഇവർ തമ്മിൽ പരസ്പരം യുദ്ധത്തിലാണ്. അങ്ങനെ ഇവർക്കിടയിൽ വലിയൊരു യുദ്ധമുണ്ടായി, ബുആസ് യുദ്ധം. ആ യുദ്ധത്തിൽ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. ആ യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന് ഇത് കുഴപ്പമാണ്, ഇത് പരസ്പരമുള്ള രക്തം ചിന്തലാണ്, ഇത് അപകടം പിടിച്ച കാര്യമാണെന്ന് പറഞ്ഞു മാറി നിന്നയാളായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. സ്വാഭാവികമായി യുദ്ധം കഴിഞ്ഞപ്പോൾ ഔസിനും ഖസ്റജിനും ഇടയിൽ സന്ധി ഉണ്ടാക്കാൻ ഇയാൾ ഇറങ്ങിത്തിരിച്ചു. ഔസും ഖസ്റജും ഇയാളുടെ വാക്ക് സ്വീകരിക്കുകയും അയാൾ അവർക്കിടയിലെ ഒരു നേതാവായി തീരുകയും ചെയ്തു. ഇനി ബാക്കിയുണ്ടായിരുന്ന അയാളെ തലവനാക്കുക എന്നുള്ളത് കൂടിയായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നത്. അതോടുകൂടി അയാളുടെ ഈ സ്ഥാനം താഴോട്ട് പോയി. അതിലാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഒരു നിലക്കും നിരാകരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ എത്തിയപ്പോൾ അയാൾ തന്ത്രപരമായി നിഫാഖ് സ്വീകരിക്കാൻ തുനിയുകയാണ് ഉണ്ടായത്. ഇതാണ് മുനാഫിക്കുകളുടെ ചരിത്രം. എന്തിനാണ് മുനാഫിക്കുകൾ ഈ വഴി സ്വീകരിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെയാണ്. മുശ്രിക്കീങ്ങൾ, മക്കക്കാരായ മുശ്രിക്കുകൾ തകർന്നു. ഇനി മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കണമെങ്കിൽ അവർ ഒന്നിലും മുസ്ലിമായി ജീവിക്കണം. മുശ്രിക്കായി ജീവിച്ചാലോ സ്വാഭാവികമായിട്ടും മക്കക്കാരോടൊപ്പം ചേരേണ്ടി വരും. മുസ്ലിങ്ങളുടെ യുദ്ധങ്ങളിൽ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ മദീനയിൽ ഇനി നിൽക്കക്കള്ളിയില്ല എന്ന അവസ്ഥ എത്തിയപ്പോഴാണ് തങ്ങളുടെ രക്തവും സമ്പത്തും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇവർ നിഫാഖ് സ്വീകരിച്ചത്, മുസ്ലിങ്ങളായി മാറി. അതിലൂടെ അവർ ഉദ്ദേശിച്ചത് എന്താണ്? ഞങ്ങൾ അള്ളാഹുവിനും എൻ്റെ റസൂലും വഞ്ചിക്കാൻ. കണ്ടില്ലേ? അവർ ധരിച്ചത് നോക്കൂ, ഞങ്ങളിവിടെ നിഫാഖ് ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇവരുടെ ധാരണ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നാണ്. എന്നാൽ നമ്മൾ മുസ്ലിങ്ങളല്ല. ഇതാണ് അവർ ധരിച്ചത്.
പക്ഷെ അവരുടെ ഈ പദ്ധതി സമ്പൂർണ്ണമായും തകർന്നുപോയി. എന്തുകൊണ്ട്? അതാണ് ഇവിടെ തഫ്സീറിൽ കാണാം ഇതെങ്ങനെയാണ് പരാജയപ്പെട്ടത് എന്നതിനുള്ള ഉത്തരം. ഒന്നാമത്തെ കാര്യം, അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിച്ചു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ച് പുറത്താക്കി. അവർ ചെയ്യാനിരിക്കുന്ന കുതന്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം നൽകി. ഒരു സമയത്ത് ഇവർ എന്തെങ്കിലും ഒരു കുതന്ത്രം ആയിട്ട് ഇറങ്ങിയാൽ ഇത് വിജയിക്കുന്നില്ല. ഇവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹു വെളിച്ചത്താക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. അതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വഞ്ചിക്കുന്നു എന്ന ഇവരുടെ ധാരണ തകർന്നു. കാരണം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം ആയത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. മുനാഫിഖീങ്ങൾ ഭയപ്പാടിലാണ് ജീവിക്കുന്നത്. എന്താ അവരുടെ ഭയപ്പാട്? അവരുടെ ഹൃദയത്തിലുള്ള എന്തെങ്കിലും കാര്യം അള്ളാഹു ഖുർആനിലൂടെ പുറത്തു കൊണ്ടുവരുമോ എന്ന പേടിയിലാണ് ഈ ജീവിതം മുഴുവൻ. ഏത് സംസാരം കേൾക്കാൻ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാൻ തുടങ്ങിയാലും അവർ പേടിക്കുന്നത് ഇത് അടുത്ത് നമ്മളെ കുറിച്ചായിരിക്കും എന്നുള്ളതാണ്. യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, എല്ലാ ആക്ഷേപവും തങ്ങൾക്കെതിരെയാണ് എന്ന ധാരണയിലാണ് അവർ ഇരിക്കുന്നത് തന്നെ. ഏത് സദസ്സിൽ വന്നാലും അവരുടെ അവസ്ഥ ഇതാണ്, എപ്പം നമ്മളെ കള്ളി പുറത്താവുന്നുള്ള പേടിയിലാണ് ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടയാളങ്ങൾ വെളിവാക്കി. അതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കള്ളക്കളി പുറത്തേക്ക് വന്നു. രണ്ടാമത്തെ കാര്യം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുനാഫിക്കുകളുടെ അടയാളങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തതിലൂടെ ഇവരാരാണ് എന്ന് മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായി. ഖുർആൻ പലയിടത്തും പറഞ്ഞു തഅരിഫുഹും ബിസീമാഹും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ തന്നെ അള്ളാഹുവിൻ്റെ ആയത്തല്ല മറ്റു ചില ആയത്തുകൾ വന്നതുപോലെ അവരുടെ അടയാളങ്ങളിൽ നിന്ന് നിനക്ക് അവർ തിരിച്ചറിയാൻ സാധിക്കും. മുനാഫിക്കുകളെ മുസ്ലിമീങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് അവർ ഇവരുടെ കുതന്ത്രങ്ങളിൽ വീഴാതെ പോയി. അള്ളാഹു അവരെ സംരക്ഷിച്ചു. മുസ്ലിങ്ങൾക്കിടയിൽ ഇവർ പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ പുറത്തു കൊണ്ടുവന്നു. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുള്ള ആരോപണം അവർ പ്രചരിപ്പിച്ചു. വളരെ ചുരുങ്ങിയ മുസ്ലിങ്ങൾപ്പെട്ട ചില ആൾക്കാർ മാത്രമാണ് അതിൽപ്പെട്ടത്. മറിച്ച് അവരുടെ ഒന്നാകെയുള്ള കെട്ടുറപ്പിനെ തകർക്കാൻ അവർക്ക് സാധിച്ചില്ല. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന് ശേഷം ഇതേപോലെ കുഴപ്പമുണ്ടാക്കാൻ അവർ ശ്രമിച്ചു. കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇവർ കുഴപ്പമുണ്ടാക്കുമായിരുന്നു എന്നാണ്. പക്ഷെ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്തു. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൽ ഇവരുണ്ടാക്കിയ കുഴപ്പങ്ങൾ ചിലത് സഹാബിമാരിൽപ്പെട്ട ഒരു ചെറിയ കുട്ടിയാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞത്. പക്ഷെ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ആരും വിശ്വസിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർ വരെ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. പക്ഷെ ഖുർആനിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി. നോക്കൂ, ഇവരെന്തൊരു കുതന്ത്രവുമായി വരുമ്പോഴും അള്ളാഹു അതെല്ലാം വെളിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ കുതന്ത്രം വിജയിച്ചില്ല. മുഅ്മിനീങ്ങളെയും അവർക്ക് വഞ്ചിക്കാൻ സാധിച്ചില്ല. അള്ളാഹുവിനെ അവർക്ക് എന്തുകൊണ്ടും വഞ്ചിക്കാൻ കഴിയുകയുമില്ല. അള്ളാഹു അവരുടെ ഉള്ളുകള്ളികൾ അറിയുന്നവനാണ്. ശരി, അവിടെ അവസാനിച്ചോ? ഇല്ല. അള്ളാഹു പറയുന്നു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. വഞ്ചിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം എന്താണ്? ഒരാളെ വഞ്ചിക്കുമ്പോൾ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത്? ഒരാളെ വഞ്ചിക്കുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത്, വഞ്ചകൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ആരെയാണോ വഞ്ചിക്കാൻ പോകുന്നത് അവന് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്തണം എന്നാൽ ഞാനാണത് എന്നവന് മനസ്സിലാകാനും പാടില്ല. അതാണ് വഞ്ചകൻ്റെ ഉദ്ദേശം. മുനാഫിക്കുകളുടെ കാര്യത്തിൽ ഇതൊന്നും നടപ്പിലായില്ല. മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഏൽപ്പിക്കാൻ പറ്റിയില്ലെന്നതിന് പുറമേ അവരുടെ ഈ നടപടി കാരണത്താൽ അവർ തന്നെ പ്രയാസത്തിലായി. അവരെന്താ ഉദ്ദേശം? മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർ മുസ്ലിങ്ങളാണ് എന്ന് പുറമേക്ക് പറയുന്നത് കാരണത്താൽ മുസ്ലിങ്ങൾക്ക് ബാധകമായ എല്ലാ നിയമവും ഇവർക്ക് ബാധകമാണ്. സക്കാത്ത് കൊടുക്കണം, എന്നാൽ അതിനൊരു പ്രതിഫലം ഉണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ വരണം, നിസ്കാരം ഒഴിവാക്കാൻ പറ്റുള്ളൂ. 5 നേരത്തെ നിസ്കാരത്തിന് വരണം, എന്നാൽ അവിടെ നിന്നോ? ഇല്ല. ജിഹാദ് വരെ ചെയ്യണം. മുസ്ലിങ്ങൾക്കിടയിൽ ഇവരെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൂടിയിരിക്കുന്നത്. പക്ഷേ അതേസമയം മുസ്ലിങ്ങളോടൊപ്പം നിന്ന് തന്നെ യുദ്ധം ചെയ്യാൻ വേണം. മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായാൽ ഹൃദയത്തിനുള്ളിൽ അങ്ങേയറ്റത്തെ ദേഷ്യമുണ്ട്, പക്ഷേ പുറമേക്ക് കാണിക്കാൻ പറ്റില്ല. പുറമേക്ക് സന്തോഷം കാണിക്കണം.
അവർക്ക് എന്തെങ്കിലും പരാജയം ഉണ്ടായാലും സന്തോഷിക്കാൻ വിചാരിച്ചാൽ അത് നടക്കില്ല. പുറമേക്ക് ദുഃഖം കാണിക്കണം. എല്ലാ അർത്ഥത്തിലും ഇവരുടെ ജീവിതം പ്രയാസമില്ല. ദുനിയാവിൽ ഇവർ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീതമാണ് ഉണ്ടായത്. അള്ളാഹു അതോടൊപ്പം ഇവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നത് കാരണത്താൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പുറമേക്ക് നോക്കുമ്പോൾ അത് അവരുടെ എണ്ണ വർധനവ് കണ്ടിട്ട് മുശ്രിക്കീങ്ങൾ ഇവരുമായിട്ട് യുദ്ധത്തിന് വരാനിരിക്കാനുള്ള തടസ്സവുമായി. എല്ലാ അർത്ഥത്തിലും ഇവർ ഉദ്ദേശിക്കുന്നതിന് വിപരീതമാണ് സംഭവം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒമാഹ്ദഊന ഇല്ലാ അൻഫുസഹും. അവരെന്താണോ വഞ്ചനയായി ഉദ്ദേശിച്ചത് അത് നടപ്പിലായില്ല. അതിൻ്റെ നേർ വിപരീത ഫലമാണ് ഉണ്ടായത്. ദീന് ഇസ്ലാമിനോട് താല്പര്യമില്ലാതെയാണ് ഈ കൗമ് കുഫർ ഉള്ളിൽ ഒളിപ്പിച്ചത്. എന്നായിക്കോട്ടെ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാതിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം. പുറമേക്ക് ഇതൊക്കെ കാണിക്കണം. ഇങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് മുനാഫിഖുകൾ അകപ്പെട്ടത്. ഇതാണ് വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. അവർ അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞു. മാത്രമല്ല ഇതൊക്കെ ചെയ്ത് ഇനി എല്ലാം ചെയ്ത് അവസാനം പരലോകത്തേക്ക് എത്തിയാലാകട്ടെ അവർ സ്വന്തത്തെ അകപ്പെടുത്തിയിരിക്കുന്നത് വലിയ ശിക്ഷയിലാണ്. അപ്പോൾ നോക്കൂ, നിഫാഖിൻ്റെ ആളുകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ അവസാനം പരലോകത്ത് നരകത്തിലെത്തിക്കഴിഞ്ഞാൽ, കടുത്ത ശിക്ഷയിൽ അവർ വീണ് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അവർ ഇത്രയും ചെയ്തത് ആർക്കെതിരെയായിരുന്നു? അവരവർക്ക് തന്നെ എതിരെയായിരുന്നു. മനസ്സിലായി ഞാൻ പറഞ്ഞു? ദുനിയാവിൽ ഈ പ്രയാസമൊക്കെ അനുഭവിച്ചു. ഇനി പരലോകത്തെത്തി അവർ നരകത്തിലായി. ഇത്രയും നേരം മുസ്ലിമീങ്ങൾക്കെതിരെ കണ്ട ഉപദ്രവങ്ങളൊക്കെ ചെയ്തു, ഉള്ളിൽ നിന്ന് പലതുണ്ടാക്കി, എല്ലാം ചെയ്തു. അവസാനം മരിച്ചു, നരകത്തിലെത്തി. യഥാർത്ഥത്തിൽ അവർ ഈ വഞ്ചനയായി ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം അവരുടെ ശിക്ഷ അധികരിക്കാനാണ് കാരണമായത്. അല്ലേ? ഖുർആൻ അല്ലാഹ് പറഞ്ഞ പോലെ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. മനസ്സിലായി ഞാൻ പറഞ്ഞെങ്കിൽ? ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അള്ളാഹുവിനെ മുഅ്മിനീങ്ങളെയും അവർ വഞ്ചിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈമാൻ പുറത്തേക്ക് കാണിച്ചുകൊണ്ടും കുഫർ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടും മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ അവർ ഉദ്ദേശിച്ചു. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. അവർ അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സംഭവിച്ച ഈ അവസ്ഥയാണ്. ദുനിയാവിൽ അവർ മുസ്ലിങ്ങളുടെ നിയമങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്തു. എൻ്റെ പ്രതിഫലവുമില്ല. ഈ പറഞ്ഞ ഇവരെ കൊണ്ട് ഇസ്ലാമിന് ഉപകാരങ്ങൾ ലഭിക്കുന്നിടത്ത് അത് ലഭിക്കുന്നുണ്ട്, ഉപദ്രവങ്ങളൊക്കെ ബാധിക്കുന്നുമില്ല. അതോടൊപ്പം പരലോകത്ത് അവർക്ക് ശിക്ഷയും. ഇതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി ഞാൻ പറഞ്ഞു? വമാ യശ്ഉറൂൻ. അക്കാര്യം അവർ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? കാരണം അവർക്ക് അത്രയും വിവരക്കേടിലാണ് അവരുള്ളത്. യാഥാർത്ഥ്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ ഈ ദുനിയാവിലെ ഈ ജീവിതം മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ തന്നെയാണ് അപകടത്തിലാക്കിയിരുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടും. ഈ ആയത്തിൽ സഹോദരങ്ങളെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ആയത്തിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് മുനാഫിഖിൻ്റെ സ്വഭാവമാണ് വഞ്ചന എന്നത്. ഒരു മുഅ്മിൻ ഒരിക്കലും വഞ്ചന ചെയ്യുന്നവനാകരുത്, വഞ്ചിക്കരുത് ഒരാളെയും. ഒരാളെ അപകടത്തിലാക്കാൻ ബോധപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ട് പുറമേക്ക് നല്ല പെരുമാറ്റം കാണിക്കുക, പുറമേക്ക് നല്ല സ്വഭാവം കാണിക്കുക. മുഅ്മിൻ അങ്ങനെയല്ല. അവൻ സരീഹാൻ, നേർക്കുനേരെയുള്ളവനാണ്, വ്യക്തതയുള്ളവനാണ്, സത്യസന്ധനാണ്, മറ്റുള്ളവൻ്റെ ഖൈർ ഉദ്ദേശിക്കുന്നവനാണ്. ഒരു കാഫിറാണെങ്കിൽ പോലും അവനോട് മുഅ്മിനിൻ്റെ മനസ്സിലുള്ളത് അവന് നല്ലത് കിട്ടണമെന്നാണ്, അവന് ഖൈർ ലഭിക്കണമെന്ന് മുഅ്മിൻ്റെ മനസ്സിലാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവൻ ദഅവത്ത് നടത്തുന്നത്, അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. നിൻ്റെ സഹോദരനെ നീ സഹായിക്കുക, അവൻ അതിക്രമിയാണെങ്കിലും അതിക്രമിക്കപ്പെടുന്നവനാണെങ്കിലും. സഹാബികൾ പറഞ്ഞു, ഹാദ ളാലിം ഹാദൽ മദ്ലൂമായ അതിക്രമിക്കപ്പെട്ടവനെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി. ഹാദ ളാലിം കൈഫ നൻസുറു. അതിക്രമിയെ ഞങ്ങൾ എങ്ങനെ സഹായിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കൈ നീ പിടിച്ചു വെക്കുക, അതാണ് അവനുള്ള സഹായം. അവൻ്റെ കൈ പിടിച്ചു വെക്കലാണ് അവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. നോക്കൂ, ഒരു അതിക്രമി അവൻ്റെ കൈ പിടിച്ചു വെക്കുമ്പോൾ ചെയ്യുന്നത് അവനോടുള്ള സഹായമാണ്, അല്ലാതെ അവനെ ഉപദ്രവിക്കല്ല ചെയ്യുന്നത്, അവനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, മുനാഫിഖീങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവമായി ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞ കാര്യങ്ങളിലൊന്ന് നോക്കൂ, ഏതാണ്?
ഖിദാഅൻ, വഞ്ചനയാണ്. ഓക്കെ, ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരും. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അർബഉ മൻ കുന്ന ഫീ കാന മുനാഫിഖൻ ഖാലിസൻ. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ തനിച്ച മുനാഫിഖാണ്. അതിലിപ്പോൾ 2 സ്വഭാവം ഇവിടെ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് പറഞ്ഞ്? ഒന്ന് വഞ്ചന, വഇദ അതുമിന ഖാൻ, അല്ലെങ്കിൽ വഇദ അഹദ ഗദർ, കരാറിൽ ഏർപ്പെട്ടാൽ വഞ്ചിക്കും, അല്ലെങ്കിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അതിൽ വഞ്ചന കാണിക്കും. മറ്റേതോ വഇദ ഹദ്ദസ കദബ്, കളവ് പറയും. ഇവിടെ 2 വന്നില്ലേ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഖുർആനിലെ തഫ്സീറാണ്. അവിടുന്ന് ഹദീസുകളിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ മുനാഫിഖിൻ്റെ സ്വഭാവമാണ് വഞ്ചന എന്നത്. ഒരാളെയും വഞ്ചിക്കരുത്, വഞ്ചന ഉണ്ടാകരുത്, അതിൽ നമ്മുടെ സ്വഭാവമായി അത് വരരുത്, അതിൽ സന്തോഷം കാണുക, ഒരാളെ പറ്റിച്ചു എന്നുള്ളതിൽ അഭിമാനം പറയുക. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അധികരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ അവിടുന്ന് അങ്ങേയറ്റം വഞ്ചന വിലക്കിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ഗശ്ശ ഫലൈസ മിന്ന, ആരെങ്കിലും ചതി കാണിച്ചാൽ, വഞ്ചന കാണിച്ചാൽ നമ്മിൽപ്പെട്ടവനല്ല. ചില ഹദീസിൽ അവിടുന്ന് ഒരിക്കൽ അങ്ങാടിയിലേക്ക് വന്നു. എന്നിട്ട് അയാൾ തൻ്റെ കടയിൽ ധാന്യങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധാന്യങ്ങൾ അതിൻ്റെ വലിയ കൂമ്പാരമാക്കി വെച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടപ്പോൾ ഉള്ളിൽ നനവ് കണ്ടു, ധാന്യങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ നനഞ്ഞ ധാന്യം ഉള്ളിൽ വെച്ച് നല്ലത് പുറത്തേക്ക് വെച്ചിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നിനക്ക് അത് പുറത്തു വെച്ചുകൂടായിരുന്നു, ആൾക്കാർക്ക് കാണുന്ന രൂപത്തിൽ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ ഗശ്ശന ഫലൈസ മിന്ന, നമ്മെ വഞ്ചിക്കുന്നവൻ, അതായത് മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നവൻ, വഞ്ചന നടത്തുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല. വഞ്ചന അനുവദിക്കപ്പെട്ട ഒരു സമയമുള്ളത് യുദ്ധത്തിലാണ്. യുദ്ധത്തിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, അൽ ഹർബു ഖിദാ, യുദ്ധം എന്നാൽ വഞ്ചനയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഞങ്ങളിപ്പോൾ ഒരു 10 മണിക്ക് അക്രമത്തിന് വരും, നിങ്ങൾ തയ്യാറായിരിക്കണം എന്നല്ലല്ലോ യുദ്ധത്തിന് പറയാം. മറിച്ച് യുദ്ധത്തിൽ പുറമേക്ക് ഒന്ന് കാണിക്കും, പക്ഷേ മറ്റൊന്നായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക. യുദ്ധത്തിൽ അത് പറയാം. അതല്ലാത്ത സന്ദർഭങ്ങൾ ഖിദാ, വഞ്ചന എന്നത് മുഅ്മിനിന് ഒരിക്കലും ഒരു കാരണവശാലും ചേർന്ന സ്വഭാവമല്ല. ഇത് മുനാഫിഖിൻ്റെ സ്വഭാവമാണ്, അത് ഒഴിവാക്കണം. 2, കദിബ്, കളവ് പറയാന്നുള്ള മുനാഫിഖിൻ്റെ സ്വഭാവമാണ്, അതുണ്ടാവരുത്. കളവ് പറയരുത്. എത്ര ചെറിയ കാര്യമാണെങ്കിലും സത്യമേ പറയാവൂ, ഒരു കാര്യത്തിനും കളവ് പറയരുത്. സത്യം നമ്മുടെ നാവിൻ്റെ എപ്പോഴുമുള്ള സ്വഭാവമായി കൊണ്ടുവരണം. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ തഫ്സീർ നമുക്ക് വായിക്കാറുണ്ട്. ഫീ ഖുലൂബിഹിം ശക്കുൻ വ ഫസാദുൻ, അവരുടെ ഹൃദയങ്ങളിലുണ്ട് എന്തുണ്ട്? ശക്കുൻ, സംശയമുണ്ട്. എന്നാൽ ദീനിനെ കുറിച്ച് സംശയമുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അവർക്ക് സംശയമുണ്ട്. വ ഫസാദുൻ, അതുപോലെ കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ടാക്കാനുള്ള തിന്മകളുണ്ട്, മോശം ചിന്തകളുണ്ട്, വൃത്തികേടുകളുണ്ട്. ഇതൊക്കെ മുനാഫിഖിൻ്റെ ഹൃദയമാണ്. മുഅ്മിനിൻ്റെ ഹൃദയം ശുദ്ധമായ ഹൃദയമായിരിക്കും, അവൻ്റെ ഈമാനിൻ്റെ വെളിച്ചം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. മുനാഫിഖ് അവൻ്റെ ഹൃദയത്തിലുള്ള ശക്കാണ്, സംശയമാണ്. അങ്ങനെ ആവരുത് ഹൃദയം. ദീനിൻ്റെ കാര്യങ്ങളിൽ സംശയമുണ്ടാകരുത്. ഇത് നിഫാഖിൻ്റെ അടയാളമാണ് ദീനിൻ്റെ അടിത്തറകളിൽ. എന്നാൽ അതേസമയം ഏതെങ്കിലും അഹ്കാമുകൾ, വിധിവിലക്കുകളിൽ ചിലപ്പോൾ സംശയം ഉണ്ടാകുന്നതോ, നിസ്കാരത്തിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഒരാൾ ഹദീസ് പരിശോധിച്ചാലും അതല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് ദീനിൻ്റെ അടിത്തറകളിൽ സംശയം ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ റസൂലും അറിയിച്ച കാര്യങ്ങളിൽ സംശയം ഉണ്ടാകും. ഫീ ഖുലൂബിഹിം ശക്കുൻ വ ഫസാദുൻ, അവരുടെ ഹൃദയങ്ങൾ സംശയമുണ്ട്, ഫസാദുണ്ട്, കുഴപ്പമുണ്ട്. ഫബ്തുലു, കണ്ടില്ലേ, അത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായതിനാൽ ഫബ്തുലു, അവർ പരീക്ഷിക്കപ്പെട്ടു. ബിൽ മആസി, തിന്മകൾ കൊണ്ട്, മഅസിയത്തുകൾ കൊണ്ട്. ഹൃദയത്തിൽ സംശയം ഉണ്ടായപ്പോൾ അള്ളാഹു അവർക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുത്തു, കൂടുതൽ തിന്മ അവർക്ക് അധികരിപ്പിച്ചു കൊടുത്തു. കാരണം അവർ സ്വയം വരുത്തി വെച്ച പ്രശ്നമാണത്. അവരുടെ ഹൃദയം സത്യം തിരിച്ചറിഞ്ഞതിന്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് വരാനുള്ള, നിങ്ങൾ അടുത്ത പേജിൽ അല്ലേ, സൂറത്തുൽ ബഖറ അടുത്ത പേജിൽ മുതൽ ഇവരുടെ ഉപമയാണ് വിവരിക്കുന്നത്. ഇവരുടെ ഈ സംശയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അടുത്ത ഉപമകളിൽ വിവരിക്കും ഇൻഷാ അല്ലാഹ്. അവരുടെ മനസ്സിൽ ഈ പറഞ്ഞ അവസ്ഥകൾ ഉണ്ടായതോടുകൂടി അവർക്ക് തിന്മകൾ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചു. അൽ മൂജിബത്തി, ആ തിന്മകൾ എന്താണ്? അൽ മൂജിബ, അത് അവർക്ക് നിർബന്ധമാക്കുന്നു. ഔജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുന്നു. അവർക്ക് എന്ത് നിർബന്ധമാക്കുന്നു? ലി ഉഖൂബത്തിഹിം, അവരെ ശിക്ഷിക്കുക എന്ന്. അള്ളാഹുവിൻ്റെ ശിക്ഷ
അവർക്ക് ലഭിക്കാൻ കാരണമാകുന്ന തിന്മകൾ കൊണ്ട് അവർ പരീക്ഷിക്കപ്പെട്ടു. അവരുടെ ഹൃദയത്തിൽ ശക്കുള്ളതിനാൽ. ഫസാദഹുമുല്ലാഹു ശക്കൻ, അങ്ങനെ അള്ളാഹു അവർക്ക് ശക്ക്, സംശയം അധികരിപ്പിച്ചു. അവരുടെ മനസ്സിലുള്ള സംശയത്തിനേക്കാൾ കൂടുതൽ വീണ്ടും സംശയം അള്ളാഹു അധികരിപ്പിച്ചു. വലഹും ഉഖൂബത്തുൻ മൂജിഅത്തുൻ, അലം എന്ന അതേ അർത്ഥമാണ് വജഅ എന്ന വാക്കിന്. വലഹും ഉഖൂബത്തുൻ, അവർക്ക് ശിക്ഷയുണ്ട്, മൂജിഅ വേദനയുണ്ടാക്കുന്ന. ബിസബബി കദിബിഹിം വനിഫാഖിഹിം, എന്തുകൊണ്ട്? അവരുടെ കദിബ് കാരണം, കളവ് കാരണത്താൽ, വനിഫാഖിഹിം, അവരുടെ കാപഢ്യം കാരണത്താൽ. ഈ രണ്ട് കാരണങ്ങളാൽ അവർക്ക് എന്തുണ്ട്? അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പോൾ ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. രോഗം രണ്ട് രൂപത്തിലാണ്. ഖുർആനിൽ വന്നിട്ടുള്ളത് രണ്ട് രൂപത്തിലാണ് രോഗം. ഖുർആനിൽ വന്നത് ഈ രണ്ട് രൂപത്തിൽ മാത്രമാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഖുർആനിൽ ആകെ രോഗം വന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് മറദു ഷുബുഹാത്ത്, മറദു ഷുബുഹാത്ത്, അതാണ് ഇവിടെ വന്നത്. മറദു ഷുബുഹാത്ത്, ദീനിൽ ആശയക്കുഴപ്പമുണ്ടാകുക എന്ന രോഗം, ദീനിൽ സംശയം ഉണ്ടാവുക, അതൊരു രോഗമാണ്. എന്തുകൊണ്ടാണ് അതിന് രോഗം എന്ന് പറയാൻ കാരണം? നോക്കൂ സഹോദരങ്ങളെ, ദീൻ ഒരിക്കലും അതിൻ്റെ തെളിവുകൾ വ്യക്തതയില്ലാത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് നല്ല പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ്. ലൈലുഹാ കനഹാരിഹ, അതിൻ്റെ രാത്രി പോലും പകൽ പോലെ പ്രകാശമുള്ളതാണ്. ദീനിൻ്റെ വഴി അങ്ങനെയാണ്. ദീനിൻ്റെ വഴി അങ്ങനെയാണ് എന്നതിനുള്ള തെളിവാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ മഹാബുദ്ധിമാന്മാരായ മനുഷ്യർ ഇത് സ്വീകരിച്ചിരുന്നു എന്നത്. അതുകൊണ്ടാണല്ലോ അവർ സ്വീകരിച്ചത്. നമ്മളെക്കാൾ ബുദ്ധിയും കഴിവും പരിശോധനയും അറിവും ഉണ്ടായിരുന്നവർക്ക് കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് ദീനിൽ സംശയം ഉണ്ടാവുകയാണോ ചെയ്തത്? അങ്ങനെയാണോ ഉണ്ടായത്? അല്ലല്ലോ. സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇമാമുമാർ നമ്മളെക്കാൾ ഉയരണ്ടായിരുന്നവർക്ക് ഖുർആനിലും ഹദീസിലും, അല്ലേ? കൂടുതൽ അറിഞ്ഞതിനനുസരിച്ച് അവർ ഇത് ശരിയല്ല എന്ന് പറയുകയാണോ ചെയ്തത്? അല്ല. കൂടുതൽ അറിഞ്ഞതിനനുസരിച്ച് അവർക്ക് കൂടുതൽ ഉറപ്പാവുകയാണ് ചെയ്തത്. അവർക്ക് നമ്മളെക്കാൾ ബുദ്ധിയും അന്വേഷണവും പരിശോധനയും ഒക്കെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയവർ, അവരൊക്കെ ഇതിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. അവർക്കൊക്കെ ദീൻ പഠിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വെളിവാവുകയും കൂടുതൽ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ആണ് ഉണ്ടായത്. അങ്ങനെയല്ല ഉണ്ടായത്? ആണ്. പഠിച്ചതിന് ശേഷം, അങ്ങേയറ്റം പഠിച്ചതിന് ശേഷം, ശരിയായ രൂപത്തിൽ പഠിച്ചതിന് ശേഷം വഴിതെറ്റിയ ആളുകൾ തുച്ഛമാണ്. അതായത് വിരലിലെണ്ണ ഒരു വലിയ എന്തെങ്കിലും ഗുണപാഠം പോലെ എടുത്തു പറയാൻ ഇങ്ങനെ ഒരാളുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരാളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിൽ ദീന് പഠിച്ച പണ്ഡിതന്മാരുടെ ചരിത്രമെടുത്താൽ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ, കോടിക്കണക്കിന് ഉലമാക്കൾ ചരിത്രത്തിൽ കഴിഞ്ഞ ആളുകൾ, അവർക്കൊക്കെ പഠിച്ചതനുസരിച്ച് കൂടുതൽ ഉറപ്പാവുകയാണ് ചെയ്തത് ദീൻ ഹക്കാണ്. ഞാൻ എന്തിനത് പറയുന്നത്? ദീനിൽ സംശയമുണ്ടാകുന്നത് ഒരിക്കലും ദീനിൻ്റെ തെളിച്ചം കുറഞ്ഞതുകൊണ്ടല്ല, നിൻ്റെ ഹൃദയം ദുർബലമായതുകൊണ്ടാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ്. അദ്ദേഹം പറഞ്ഞു, ആകാശത്തേക്ക് നട്ടുച്ച വെയിലിൽ മേഘങ്ങളില്ലാത്ത പകലിൽ ആകാശത്തേക്ക് നോക്കി സൂര്യനെ നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നീ സംശയിക്കേണ്ടത് സൂര്യൻ്റെ വെളിച്ചം കെട്ടുപോയി എന്നല്ല, നിൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന്. വളരെ ലളിതമായ ഉദാഹരണമാണ്. കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അല്ല, സൂര്യൻ അവിടെ ഉണ്ട്, അതിന് വെളിച്ചമുണ്ട്, അതിന് വെളിച്ചം കുറഞ്ഞിട്ടൊന്നുമില്ല. നിൻ്റെ കണ്ണിനാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ ദീൻ, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ചില കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഒരു അറബി അറിയാൻ പോലും ആയിട്ടില്ല, ഖുർആൻ വായിച്ചു തുടങ്ങുക, പരിഭാഷ ഇംഗ്ലീഷിൽ നിന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നോ വായിച്ചു തുടങ്ങുന്ന കുട്ടി പറയാം, ഖുർആനിൽ കണ്ടില്ലേ അറബിക് ലാംഗ്വേജിൽ തെറ്റുണ്ട്, അറബിക് ഗ്രാമർ ശരിയായിട്ടില്ല. ഇവന് അറബിക് ഗ്രാമറുമായിട്ട് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ കണക്കിൽ തെറ്റുണ്ട്, അനന്തരാവകാശ നിയമത്തിൽ ഖുർആൻ പറഞ്ഞതിൽ കണക്ക് തെറ്റുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എങ്ങനെ ഒരാൾ ഇത്രയും വിഡ്ഢിയാകുക? ഇക്കണ്ട ചരിത്രകാലം മുതൽ 1400 വർഷങ്ങൾക്ക് മുതൽ ഇത്രയും കണക്കുള്ള അറിയുന്ന ആളുകളും ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്കാർക്കും ബോധ്യപ്പെടാതെ, നിനക്കാണോ ഇതിലെ കണക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്? നിനക്കെന്തോ പ്രശ്നമുണ്ട് എന്നല്ലാതെ അതിലെങ്ങനെ കണക്കിന് തെറ്റുണ്ടാവുക? എല്ലാവരും ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവില്ലേ, നമ്മൾ പറയുന്നതിൽ ഒരു എന്തോ പ്രശ്നം ഉണ്ടായിരിക്കും. നിന്നേക്കാൾ അറിവും ബോധ്യവുമുള്ള, ഇത്രയും കാലം
ഇതിൻ്റെ പിറകിൽ ജീവിച്ച ആളുകൾ, ഇതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകൾ, അവർക്കൊക്കെ ഈ കണക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അവർ സ്വീകരിച്ചില്ല എന്ന് നീ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഫി ഖുലൂബിഹിം മറദ്. എന്തുകൊണ്ടാണ് ദീനിലുള്ള സംശയത്തെ അള്ളാഹു രോഗമെന്ന് പറഞ്ഞത്? കാരണം സഹീഹായ ആരോഗ്യമുള്ള ഹൃദയത്തിന് ഒരിക്കലും ദീൻ അവ്യക്തമാവുകയില്ല. ആരോഗ്യമുള്ള ഹൃദയത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകണോ? നിങ്ങൾ നോക്കൂ, നന്മയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഖൈറാണ്, സക്കാത്ത് ഖൈറാണ്, അതുപോലെ ഹജ്ജ് അതിലുള്ള നന്മകൾ, നോമ്പ് അതിലുള്ള നന്മകൾ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ, ഇതിലൊക്കെയുള്ള നന്മകൾ, അല്ലേ? ആർക്കും സംശയമില്ലാത്ത ഇത്തരം നന്മകളുണ്ട്. നിങ്ങൾ നിരീശ്വരവാദികളെ കണ്ടിട്ടുണ്ടോ? ഏറ്റവും അഫ്സദുൽ ഖുലൂബ്, ഹൃദയം ഏറ്റവും മോശമായ ആൾക്കാർ ഇവരാണ്. ഈ കൗമിനോട് നിങ്ങൾ ഇതിൽ ഏത് കാര്യം പറഞ്ഞു നോക്കൂ, അവരെ പറയും അത് തിന്മയാണ്, അതൊരു മോശത്തരം. നിസ്കാരം അവർക്ക് പ്രശ്നമാണ്, സക്കാത്ത് പ്രശ്നമാണ്, ഇസ്ലാം എന്ത് പറഞ്ഞു അതൊക്കെ അവർക്ക് പ്രശ്നമാണ്. നിങ്ങൾ അത്ഭുതപ്പെടാറില്ല എങ്ങനെയാണ് ഈ കൗമിന് റബ്ബേ ഇത് നന്മയാണെന്ന് മനസ്സിലാവാത്തത്? ഹൃദയം അങ്ങേയറ്റം മോശമായി കഴിഞ്ഞാൽ ഹദീസിൽ വന്നതുപോലെ ലാ തഅരിഫു മഅറൂഫൻ വലാ തുൻകിറു മുൻകറ. ഒരു നന്മ അതിന് നന്മയായി കാണാനോ ഒരു തിന്മ അതിന് തിന്മയായി കാണാനോ സാധിക്കില്ല. ഹൃദയത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. എങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കും? ഈ തഫ്സീറിൽ തന്നെ അതുണ്ട്. ഫബ്തുലു ബിൽ മആസി. തിന്മകളാണ് ഹൃദയത്തിൻ്റെ രോഗം അധികരിപ്പിക്കുന്നത്. തിന്മകളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. എങ്ങനെ ശുദ്ധീകരിക്കുക? തിന്മ ഒരിക്കലും ചെയ്യാതെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ബനി ആദമ ഖത്താ. മനുഷ്യനാണോ തിന്മ സംഭവിച്ചിരിക്കും? ആദമിൻ്റെ സന്തതികൾക്ക് തിന്മ സംഭവിക്കുക. തിന്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണോ? അല്ല, തിന്മ സംഭവിക്കും. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. ഏറ്റവും നല്ലവർ അവരിൽ ആരാണ്? തൗബ ചെയ്യുന്നവരാണ്, അധികമായി തൗബ ചെയ്യുന്നവരാണ്. തൗബ ചെയ്യുക. നിന്നെ അള്ളാഹു പഠിച്ചിരിക്കുന്ന തിന്മ ചെയ്യാതിരിക്കാനല്ല. തിന്മ നിൻ്റെ അടുത്ത് സംഭവിക്കും. നീ തൗബ അധികരിപ്പിക്കുക. ആത്മാർത്ഥമായി അള്ളാഹു തൗബ ചെയ്യുക. അപ്പോൾ ഹൃദയം ശുദ്ധിയാവും. നിനക്കത് ബോധ്യപ്പെടും. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്ന തൗബ കൊണ്ട് ശുദ്ധി. രാത്രി സുബ്ഹ് മുമ്പ് തഹജ്ജുദ് അള്ളാഹു ദുആ ചെയ്ത് നോക്ക്, തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. തിന്മകൾ അതിന് പശ്ചാത്തപിച്ച് അള്ളാഹോട് പ്രാർത്ഥിച്ചു നോക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹൃദയം വൃത്തിയാകുന്നത്. ആ നിസ്കാരത്തിന് തൊട്ട് ശേഷം ജനങ്ങളോടുള്ള നിൻ്റെ പെരുമാറ്റത്തിൽ, ആളുകളെ കാണുന്നതിൽ, ഖുർആൻ ഓതുന്നതിൽ നിനക്ക് വ്യത്യാസം അനുഭവപ്പെടും. വല്ലാഹി നിനക്ക് ഉറപ്പായിട്ട് അനുഭവപ്പെടും. നിങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് അനുഭവം ഉണ്ടായിരിക്കും. തൗബ ആത്മാർത്ഥമായി ചെയ്തതിന് ശേഷം അതിന് തൊട്ട് മുൻപുള്ള അവസ്ഥയാണോ പിന്നീട് കാണുന്നത്? നമ്മുടെ സ്വന്തം ഹൃദയത്തിന് ആളുകളോട് ക്ഷമിക്കുന്നതിൽ, ആളുകളോട് അവരുടെ പ്രയാസങ്ങൾ സഹിക്കുന്നതിൽ കൂടുതൽ ശക്തിയുണ്ട് നമുക്ക് തൗബ ചെയ്ത് കഴിഞ്ഞാൽ. തൗബ ചെയ്യുക. ഹൃദയം ശക്തിയാകാൻ തൗബ ചെയ്യുക. രോഗങ്ങളിൽ ഒന്നാമത്തെ രോഗം മറദു ശുബുഹാത്ത്, ആശയക്കുഴപ്പങ്ങളാണ്. ദീൻ സംശയത്തിലാവും. അത് പല രൂപത്തിലുണ്ട് ദീൻ സംശയത്തിലാവുന്ന. ഒന്ന് നിഫാഖ്, കാപഢ്യം. രണ്ട് ബിദ്അത്തുകൾ, ദീനിൽ പുതിയ കാര്യം ഉണ്ടാക്കുക. ഇത് ദീനിൽ സംശയം ഉണ്ടാവുന്നതിൻ്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്, ബിദ്അത്തുകൾ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേത് മറദു ഷഹവാത്ത്, ദേഹേച്ഛകൾ, ആഗ്രഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഷഹ്വത്തുകളുടെ രോഗം ശുബ്ഹത്തിൻ്റെ രോഗത്തിലേക്ക് നയിക്കുന്നതാണ്. ഇത് ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഹറാമാക്കിയ തിന്മകൾ, അതിനോടുള്ള മനസ്സിൻ്റെ ചായ്വും ആഗ്രഹവുമാണ് ഷഹ്വത്തിൻ്റെ രോഗം. ആണ് ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ. എന്താ ഷഹ്വത്ത്? ദേഹേച്ഛ നമ്മൾ പറയാറുണ്ട്. എന്താ ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ? അള്ളാഹു ഹറാമാക്കിയ കാര്യം, ഹലാലാക്കിയ കാര്യമല്ല, ഹറാമാക്കിയ കാര്യത്തോട് ഹൃദയം ചായുക, ഹൃദയത്തിന് താല്പര്യമുണ്ടാവുക. അതിനാണ് ഷഹ്വത്ത് എന്ന് പറയുന്നത്. അത് രോഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട്, ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് അള്ളാഹു പറഞ്ഞത്, വലാ തഖ്ദഅന ഫലാ തഖ്ദഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. നിങ്ങളൊരിക്കലും അന്യപുരുഷന്മാരോട് മൃദുവായി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്. തൻ്റെ ഹൃദയത്തിൽ രോഗമുള്ളവന് ആഗ്രഹം ജനിപ്പിക്കുക. വളരെ കൃത്യമാണ്. ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആയത്താണത്. ഷഹ്വത്തിനോടുള്ള താല്പര്യം, ഹറാമായതിനോട് താല്പര്യം തോന്നുന്നു. അതാണ് ഷഹ്വത്തിൻ്റെ രോഗം.
ഒന്ന് ശുബഹത്താണ്, ഒന്ന് ഷഹവത്താണ്. ഏറ്റവും അപകടം പിടിച്ചത് ശുബഹത്താണ്. അത് മനുഷ്യനെ ഇസ്ലാം തന്നെ പുറത്തു കൊണ്ടേ കളി. ശുബഹത്ത് അകപ്പെട്ടവൻ സ്വയം ധരിക്കുക ഞാൻ ഖൈറിലാണെന്ന്. അവൻ രോഗിയാണെങ്കിലും അവൻ വിചാരിക്കുന്നത് ഞാൻ ആരോഗ്യവാനാണ് എന്ന്. ഷഹവത്ത് പിടിപെട്ടവൻ അവൻ സ്വയം വിചാരിക്കുന്നത് ഞാൻ തിന്മയിലാണ് എന്നവന് തിരിച്ചറിവുണ്ടായിരിക്കും. പൊതുവെ മുസ്ലിമാണെങ്കിൽ ഹറാമിനോട് താല്പര്യമുള്ള ആൾക്ക്. അതുകൊണ്ട് അവൻ തൗബ ചെയ്യാനുള്ള വാതിൽ തുറന്ന് ഇടപെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ലാ യഖ്ബലുല്ലാഹു ബിദ്അത്തുകാരനായ ഒരാൾ അയാളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതല്ല ഹത്താ യദഅ ബിദ്അതഹു, അവൻ്റെ ബിദ്അത്ത് അവൻ ഉപേക്ഷിക്കുന്നത് വരെ. ബിദ്അത്ത് ഉപേക്ഷിക്കുന്നവരെ. കാരണം ബിദ്അത്തുകാരൻ പൊതുവെ ധരിക്കുന്നത് ഞാൻ ഖൈറിലാണ്. അതുകൊണ്ട് നിങ്ങളൊരു ശുഭത്ത് ബാധിച്ച ഒരാളോട് നീ പോയിട്ട് എടാ നീ നന്നാവ്, നീ ഇത് ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അവൻ നിന്നോട് പറയും ഹദാക്ക് അല്ലാഹ്, അള്ളാഹ് നിനക്ക് ഇതായി തെറ്റെന്ന് പറയും. എന്നാൽ ഹറാം ബാധിച്ച ഒരുത്തനോട് നീ പോയി ഉപദേശിച്ചാൽ അവൻ ചിലപ്പോൾ പറയാം നിനക്ക് വേണ്ടി ദുആ ചെയ്യും, എനിക്ക് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കാത്തത് കൊണ്ടാണ്. രണ്ടുപേരുടെ ഹൃദയം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ബിദ്അത്ത് അകപ്പെട്ടവൻ അവൻ മറ്റുള്ളവരെ കാണുന്നത് പഴച്ചവനായിക്കൊണ്ടാണ്. എന്നാൽ ഹറാമിൽ അകപ്പെട്ടവൻ അവൻ സ്വയം ഒരു പരീക്ഷണത്തിലാണ് എന്ന തിരിച്ചറിവുള്ളവനായിരിക്കും. ഇവിടെ അള്ളാഹു പറഞ്ഞ രോഗം നിഫാഖിൻ്റെ രോഗമാണ്. അത് ദീനിൽ സംശയമുണ്ടാകുക എന്ന രോഗമാണ്. മാത്രമല്ല ഈ ആയത്തിൽ ഒരു പാഠമുള്ളത് മിൻ ഉഖൂബത്തി ദുനൂബി ദംബുൻ ആഖർ, തിന്മകളുടെ ശിക്ഷയിൽപ്പെട്ടതാണ് അത് മറ്റൊരു തിന്മ ഉണ്ടാക്കുമെന്നത്. തിന്മകളുടെ ശിക്ഷയിൽപ്പെട്ടതാണ് അത് മറ്റൊരു തിന്മയിലേക്ക് നയിക്കുമെന്നത്. നന്മയുടെ പ്രതിഫലത്തിൽപ്പെട്ടതാണ് അത് മറ്റൊരു നന്മയിലേക്ക് നയിക്കുമെന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞത്, വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹ, നീ ഒരു തിന്മ ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യുക. തംഹുഹ, ആ നന്മ ഈ തിന്മയെ മായ്ക്കുന്നതാണ്. വൻപാപങ്ങളാണെങ്കിൽ നീ തൗബ ചെയ്യുക. അതുകൊണ്ടാണ് ഒരു തിന്മ ചെയ്താൽ ഉടനെ നന്മ ചെയ്യാൻ ശ്രമിക്കുക, ആ ചങ്ങല അവിടെ മുറിക്കാൻ ശ്രമിക്കുക. പക്ഷേ ശൈത്താൻ പലപ്പോഴും ആളുകളെ ഇവിടെയാണ് വസ്വാസിലാക്കുക. തിന്മ ചെയ്താൽ പിന്നെ ഒരു നിസ്കാരത്തെക്കുറിച്ചോ ഒരു ദുആഇനെക്കുറിച്ചോ ഒരു തൗബയെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ ശൈത്താൻ ഒന്നില്ലെങ്കിൽ പറയും ഇത്രയും ചെയ്തിട്ട് പിന്നെ നീ എങ്ങനെ അള്ളാഹിൻ്റെ മുന്നിൽ പോയി നിസ്കരിക്കുക, നാണല്ലേ നിനക്ക്, നീ ആരെ മുന്നിൽ നിസ്കരിക്കാൻ പോകുന്നത്, ഗഫൂറും ഗഫാറും തവ്വാബുമായ അള്ളാഹുവിൻ്റെ മുന്നിലാണ്. അവന് നിൻ്റെ ഹൃദയം അറിയാം, നിൻ്റെ മനസ്സ് നന്നായിട്ട്, നിന്നെ പഠിച്ചത് അവനാണ്, നിന്നെ പഠിച്ചത് അവനാണ്. നിനക്ക് അവനോട് എത്ര തവണ പറയുന്നില്ല നീ മടി വിചാരിക്കേണ്ടയില്ല. അത് ശൈത്താൻ മനുഷ്യനെ തെറ്റിക്കുന്ന രൂപങ്ങളിൽപ്പെട്ടതാണ്. തിന്മ ചെയ്തതിന് ശേഷം പറയാ നീ ഇതൊക്കെ ചെയ്ത് ഇത്രയും വൃത്തിയോടൊക്കെ പ്രവർത്തിച്ചിട്ട് എങ്ങനെ അള്ളാഹിൻ്റെ മുന്നിൽ പോയി നിസ്കരിക്കുന്നത്, നാണല്ലോടോ നിനക്ക് എന്ന് നിന്നോട് പറയാം. നീ നാണിക്കല, അള്ളാഹുവിൻ്റെ മുൻപിൽ തൗബ ചെയ്യാൻ നീ ഒരിക്കലും നാണിക്കല. നീ അള്ളാഹുവിൻ്റെ മുൻപിൽ തൗബ ചെയ്യാതെ ദിവസങ്ങൾ ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നതിലാണ് നാണിക്കേണ്ടത്. പക്ഷെ അതിൽ നമുക്ക് നാണില്ലെന്നാണ് ആൾക്കാർ, ഇത് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കാത്ത എന്താ, റബ്ബിനോട് തൗബ ചെയ്യാതെയാണ് ഞാൻ പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിലാണ് അവൻ നാണിക്കേണ്ടത്, തൗബ ചെയ്യുന്നതിലല്ല. ഒന്നല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ രണ്ടാമതൊരു ചിന്ത എന്താ, നീ ഇപ്പം തൗബ ചെയ്താൽ എന്തർത്ഥമുള്ളത്, നിനക്ക് തന്നെ അറിയാം നീ ഈ തിന്മ ഇനിയും ചെയ്യാനുള്ളതാണ്, പിന്നെന്തിന് തൗബ ചെയ്യണം. സുഹൃത്തെ, നീ തൗബ ചെയ്യുക, അള്ളാഹുവാണ് നിനക്ക് എളുപ്പം നൽകുന്നത്. ചിലപ്പോൾ ആ തിന്മയിലേക്ക് ഒരിക്കലും മടങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു നിന്നെ സംരക്ഷിച്ചേക്കാം. നീ വീണ്ടും ചിലപ്പോൾ ആ തിന്മ വീണ്ടും തൗബ ചെയ്യും. അള്ളാഹു നിൻ്റെ ആവർത്തിച്ചുള്ള തൗബകൾ കണ്ടതിന് ശേഷം നിന്നെ ആ തിന്മയിൽ നിന്ന് പരിപൂർണമായി മാറ്റി നിർത്തിയേക്കാം. ഇത് പല ആളുകളും മനസ്സിലാക്കാത്ത കാര്യം. ആളുകൾ ഒരു തവണ തിന്മയും തൗബ ചെയ്യും, രണ്ടാമത് ചിലപ്പോൾ ചെയ്യും, പിന്നെ അവൻ തൗബ ചെയ്യും, മൂന്നാമത് അവൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താ, ഇനിയും തൗബ ചെയ്യും, ഇത്ര തൗബ ചെയ്യുന്നത്. അവൻ അള്ളാഹുവിനെ കാണുന്നത് മനുഷ്യരിൽ ഒരാളെ പോലെയാണ്. മനുഷ്യരിൽ ഒരാൾ ശരിയാണ്, നീ ഒരു തവണ ചെയ്ത് സോറി പറഞ്ഞ് രണ്ടാമത് ചെയ്ത് സോറി മൂന്നാമത് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിക്കില്ല. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. ഹദീസുകൾ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്തു. അസ്നബ അബ്ദുൻ ദംബൻ, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്തു. എന്നിട്ട് അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി. അപ്പോൾ അള്ളാഹു അവനോട് പറയും, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ഒരു തിന്മ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവൻ എന്നോടിതാ ആ തിന്മ പുറത്തു നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വഖദ് ഗഫർതു ലഹു, ഞാൻ അവന് വഖദ് അലിമ അന്ന ലഹു റബ്ബൻ യഅഖുദു ബിദ്ദംബി വഖദ് അലിമ അന്ന ലഹു റബ്ബൻ യഅഖുദു ബിദ്ദംബ്, തിന്മ ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് അവനറിയാം, അതുകൊണ്ട് ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ അസ്നബ ദംബൻ, പിന്നെ അവനൊരു തിന്മ ചെയ്തു. വീണ്ടും അവൻ അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചെയ്തു. അള്ളാഹു വീണ്ടും പറയും, എൻ്റെ അടിമ തിന്മ ചെയ്തിരിക്കുന്നു, തിന്മകൾ അതിന് ശിക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് അവനറിയാം, ഞാനവന് പുറത്തു കൊടുത്തിരിക്കുന്നു. മൂന്നാമതും അവൻ ചെയ്തിരിക്കും. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, എൻ്റെ അടിമക്ക് ഞാൻ അവൻ്റെ തിന്മകൾ പുറത്തു കൊടുത്തിരിക്കുന്നു. അള്ളാഹു തൗബ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആളുകൾക്ക് പിശാച് ശൈത്താൻ ഉണ്ടാക്കുന്ന വസ്വാസിൽപ്പെട്ടതാണ് തിന്മകൾ അധികരിച്ചാൽ തൗബ വൈകിപ്പിക്കുക എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കാണ്, ഒരാൾ തിന്മ ചെയ്തിട്ട് തൗബ വീണ്ടും വൈകിപ്പിച്ചാൽ അവൻ 2 തിന്മ ചെയ്തിരിക്കുന്നു. തിന്മ ചെയ്തു എന്നുള്ള ഒരു തിന്മയും തൗബ വൈകിപ്പിച്ചു എന്ന രണ്ടാമത്തെ തിന്മയും. അപ്പോൾ അവൻ 2 തൗബ ചെയ്യണമെന്നാണ്. അള്ളാഹു ഇത്രയും അധികം ഞാനിത് വൈകിപ്പിച്ചതിന് റബ്ബെ എനിക്ക് പുറത്തു തരണം, അങ്ങനെ രണ്ടാമൊരു തൗബയും കൂടി ചെയ്യണമെന്നാണ്. സഹോദരങ്ങളെ, തൗബ ചെയ്യുമ്പോൾ തന്നെയും ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബ പിന്നീട് വരാനുള്ളതാണ്. പക്ഷേ തൗബ ചെയ്യുമ്പോൾ എന്തു ചെയ്യുക? തൗബ അള്ളാഹു പറഞ്ഞ് തൗബ നസൂഹായ തൗബയായിരിക്കണം. എങ്ങനെ തൗബ നസൂഹാവുക? എല്ലാ തിന്മകളിൽ നിന്നും തൗബ ചെയ്യുക. 1-2 അവിടെ ബാക്കി വെച്ചിട്ട് അങ്ങനെയല്ല, എല്ലാത്തിനും അത് എടുത്തു പറഞ്ഞ് തൗബ ചെയ്യുക. ഓർമ്മയുള്ളത് ഓർമ്മയില്ലാത്തത്. ഹദീസിൽ വന്നതുപോലെ اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت ما أنت أعلم به مني إنك أنت المقدم وأنت المؤخر اللهم اغفر لي جدي اللهم اغفر لي خطئي وعمدي اللهم اغفر لي ذنوبي كلها دقها وجلها സൂക്ഷ്മമായതാകട്ടെ വ്യക്തമായതാകട്ടെ, സഗീറഹ വ കബീറഹ, ചെറുതാകട്ടെ വലുതാകട്ടെ, സിർറഹ വ അലാനിയതഹ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, വമാ അൻത അഅലമു ബിഹി മിന്നി സിർറഹ വ അലാനിയതഹ അല്ലാഹുമ്മഗ്ഫിർ ലി ജിദ്ദി വ ഹസ്ലി, അല്ലാഹുവേ ഞാൻ ബോധപൂർവം ചെയ്തത് തമാശയായി ചെയ്തത്, വ ഖതഇ വ അംദി അബദ്ധത്തിൽ സംഭവിച്ചത് ബോധപൂർവം ചെയ്തത്, വകുല്ലു ദാലിക ഇൻദി ഈ പറഞ്ഞതെല്ലാം എൻ്റെ അടുത്തുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു മാ അഖർത് ഞാൻ നേരത്തെ ചെയ്ത് പോയി അബദ്ധം വരുത്തി വെച്ചത് വൈകിപ്പിച്ചു പോയ കാര്യങ്ങൾ, മാ സറർതു വമാ അലൻത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത്. ഈ പറഞ്ഞ ഓരോന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ആ ഓരോ ഒരു ടേബിളായിട്ട് എഴുതുകയാണെങ്കിൽ എത്ര തിന്മ നമുക്കുണ്ടാവും. ഈ പറഞ്ഞ ഓരോന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ദിഖ, ജില്ല, സഗീർ, കബീർ, സിർ, അലാനിയ, ജിദ്, ഹസൽ, ഖത, അംദ്, ഇനി പിന്നെ ബാക്കി അള്ളാഹുവിനെ മാത്രം അറിയുന്ന തിന്മകൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയിലുള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക اللهم إني أسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم അള്ളാഹുവെ നിനക്കറിയുന്ന നന്മ എല്ലാം ഞാൻ ചോദിക്കുന്നു, നിനക്കറിയുന്ന തിന്മയിൽ നിന്നെല്ലാം രക്ഷ ചോദിക്കുന്നു. വസ്തഗ്ഫിറുക ലിമാ തഅലം, അള്ളാഹുവെ നിനക്കറിയുന്നതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. കാരണം നമ്മൾ ചെയ്തു പോയ തിന്മകൾ നമുക്ക് അറിയാതെ പോയത് എത്ര ഉണ്ട്, ഇത് തിന്മയാണെന്ന് പോലും നമ്മൾ ചിന്തിക്കാത്തത്. وهذا والله تعالى أعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.